അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് മക്ക് കേക്കാണ് സംഭവം. ബട്ട് ഞാനൊരു ബൗളിൽ ഉണ്ടാക്കല്, ഞാൻ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കല്. അതുകൊണ്ട് നമുക്ക് ബൗളിൽ ഉണ്ടാക്കാം. ഞാൻ എപ്പോഴും എന്താ പറയുക, കുറേ മുന്നൊക്കെ ഞാൻ തുടങ്ങിയതാണ് ഈ കേക്ക് ഉണ്ടാക്കലൊക്കെ. ഭയങ്കര ഇഷ്ടമാണ്. ഈ രാത്രി ക്രീവിങ്സ് ഒക്കെ വരുമ്പോൾ നല്ലതാണ്. അപ്പോൾ ആദ്യം നമ്മൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇടണം. ഞാൻ എപ്പോഴും ഉണ്ടാക്കണോണ്ട് എനിക്ക് അളവ് അറിയാം, അതുകൊണ്ടാണ് ഞാൻ ടേബിൾ സ്പൂണൊന്നും ഉപയോഗിക്കാതെ അങ്ങനെ കറക്റ്റ് ഇടുന്നത്. 1 ടേബിൾ സ്പൂൺ ബട്ടർ. അത് കഴിഞ്ഞേക്ക് 2 ടേബിൾ സ്പൂൺ ഓഫ് ഷുഗർ ഇടണം. ഷുഗർ ഞാൻ പൗഡർഡ് ഷുഗറാണ് ശരിക്കും ഉപയോഗിക്കൽ. ഞാൻ ഇപ്പോൾ എപ്പോഴും പൗഡർ ഇട്ടിട്ട് എനിക്ക് മടിയാണ്, മിക്സി ഒക്കെ എടുക്കണതൊക്കെ ചെയ്യണം, പണിയാണ്. അതുകൊണ്ട് ഞാൻ വെറും അങ്ങനെ ഇട്ടു. അത് കഴിഞ്ഞേക്ക് 2 ടേബിൾ സ്പൂൺ ഓഫ് ഫ്ലവർ ഇടണം. ഫ്ലവർ എന്ന് വെച്ചാൽ നമ്മൾ മൈദ ഇടണം. അത് കഴിഞ്ഞേക്ക് അത് കഴിഞ്ഞേക്ക് കൊക്കോ പൗഡർ ഇല്ലേ, അതിടണം. അതും ഇതേപോലെ ഒരു 2 ടേബിൾ സ്പൂൺ ഒക്കെ ഇടണം. ഞാൻ പക്ഷേ 2 ടേബിൾ സ്പൂൺ ശരിക്കും ഫുള്ള് ഇടൂല, ബിക്കോസ് അത് 2 ചോക്ലേറ്റി ആവും. അതുകൊണ്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ അത്ര ഇടുള്ളൂ. കണ്ടോ, ഞാൻ കുറച്ചേ അതിൽ ഇടുള്ളൂ. എനിക്ക് കൂടുതൽ ഇട്ടാൽ മധുരം വരുമ്പോൾ ഒരു സുഖം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇടലുള്ളൂ. അതന്നെ കൂടിയിട്ടാണ് എൻ്റെ മുഖം അങ്ങനെ വന്നിക്കണത്. കുറച്ച് ഞാൻ കണ്ടില്ലേ, കുറച്ച് കൂടുതലായിപ്പോയി. അത് കഴിഞ്ഞേക്ക് ഒരു 1/4 ടീസ്പൂൺ ഓഫ് എന്താ പറയുക ബേക്കിംഗ് പൗഡർ. ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഉണ്ടാക്കണതാണ്, അതുകൊണ്ടൊക്കെ കണ്ടാൽ മനസ്സിലാവും എത്ര വേണമെന്ന്. അതുകൊണ്ട് നമ്മൾ കുറച്ച് എന്താ പറയുക അതിടാം. 1/4 ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, ടീസ്പൂണാണേ. ടീസ്പൂൺ ഞാനത് ആലോചിക്കണല്ലേ. ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ പറഞ്ഞു കേട്ടോ, ആ പാല് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പാൽ ഒഴിക്കണം. അതും ഒരു 2 ടേബിൾ സ്പൂൺ ഓഫ് പാല്. ഈ പാൽ ഒഴിച്ചിട്ട് ഞാൻ കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് കുറച്ച് ഒഴിക്കുന്നുണ്ട്. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഈ ചോക്ലേറ്റ് ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് വേണമെന്നൊന്നുമില്ല. ബട്ട് ഞാൻ എന്നാലും കുറച്ച് ഒഴിച്ചു. പിന്നെ അത് നിങ്ങൾ പൗഡർ ആക്കുന്നത് ഉണ്ടായിരുന്നു, ബട്ട് അതെൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും മിസ്സായിപ്പോയി. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ട് ഈ കൺസിസ്റ്റൻസി ഞാൻ കാട്ടിത്തരാം കേട്ടോ, അതേപോലെ വേണം. അതിൻ്റെ പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തു. ചോക്ലേറ്റ് ഉണ്ടാവില്ലേ, അത് കുറച്ചുകൊണ്ട് ഇട്ട് കൊടുത്തു. അതുണ്ടോ 1.5 മിനിറ്റ് ആട്ടോ വെക്കേണ്ടത്. 1.5 മിനിറ്റ് വെച്ചിട്ടാണ് ഞാൻ അത് സെറ്റാകുന്നത്. ശരിക്കും 2 മിനിറ്റ് വേണം, ബട്ട് എനിക്ക് 1.5 മിനിറ്റിൽ റെഡിയായി എടുത്തു. പിന്നെ തൂത്ത്പിക്കുമ്പോൾ ഒന്നും വരാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് കണ്ടോ. എന്നിട്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് എന്താ പറയുക ന്യൂട്ടല്ല എന്തോ ഒരു സ്പ്രെഡ് അത് കൂട്ടി ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ എപ്പോഴും ഉണ്ടാക്കണോണ്ട് എനിക്ക് വലിയ ഇതൊന്നുമില്ല, എപ്പോഴും കഴിക്കണതാണ്. പിന്നെ ഞാൻ പറയാൻ മറന്നു കേട്ടോ, നമ്മൾ ആദ്യം ബട്ടർ ഇടുമ്പോൾ അത് മെൽറ്റാക്കിയിട്ട് വേണം ബാക്കിയുള്ള സാധനങ്ങൾ ഇടാൻ. അത് ഞാനപ്പോൾ വിട്ടു പോയതാണേ.